Good morning, friends. Now we discuss a new topic, transfer pricing. ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് ട്രാൻസ്ഫർ പ്രൈസ് എന്താണെന്ന് നോക്കാം. വലിയ ഓർഗനൈസേഷൻസിൽ ധാരാളം ഡിവിഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഇൻ്റർ ഡിവിഷണൽ ട്രാൻസ്ഫേഴ്സ് കോമൺ ആണ്. ഒരു ഡിവിഷനിൽ നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് പ്രൊഡക്റ്റോ സർവീസസോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്ന പ്രൈസിനെയാണ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, ദ പ്രൈസ് ചാർജ്ഡ് ബൈ ദ സെല്ലിംഗ് ഡിവിഷൻ ടു ദ ബൈയിങ് ഡിവിഷൻ ഫോർ എൻ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ്. ഒരു ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റിന് മുകളിൽ സെല്ലിംഗ് ഡിവിഷൻ ബൈയിങ് ഡിവിഷനിലേക്ക് ചാർജ് ചെയ്യുന്ന പ്രൈസാണ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. Holmgren defines transfer price as the amount charged by one segment of an organization for a product or service to the segment producing the product or service, and it is cost to the acquiring segment. പ്രൊഡക്റ്റോ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ചാർജ് ചെയ്യുന്ന പ്രൈസ്. അക്യൂറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഇത് അവരുടെ കോസ്റ്റാണ്. ദിസ് ചാർട്ട് റെപ്രസെൻറ്റ്സ് ഡിവിഷണൽ ട്രാൻസ്ഫേഴ്സ്. അതായത് ഏതൊരു ഡിവിഷൻസിനും രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് പുറത്തേക്ക് ഔട്ട്സൈഡേഴ്സിന് സെയിൽ ചെയ്യുകയും ചെയ്യാം, ഇൻറ്റേർണൽ ട്രാൻസ്ഫറും ചെയ്യാം. ഇവിടെ ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ട്രാൻസ്ഫർ പ്രൈസ് അറിയുക ചെയ്യുന്നു. ഔട്ട്സൈഡ് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ അറ്റ് ആംസ് ലെങ്ത് പ്രൈസിലാണ് അവർ പ്രൈസ് ചാർജ് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ടൈപ്സ് ആണ്. ഗുഡ്സ് ആവാം, സർവീസസ് ആവാം, ഇൻടാഞ്ചിബിൾസ് ആവാം, ലോൺസ് ആവാം. പിന്നെ ടൈപ്സ് ഓഫ് ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ്. ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസിൻ്റെ അണ്ടറിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻസ് വരും എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ബിറ്റ്വീൻ ഇൻ്റർ കമ്പനി ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ, പാരൻറ്റ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി, ബിറ്റ്വീൻ 2 സബ്സിഡിയറീസ് ഓഫ് ദ പാരൻറ്റ് കമ്പനി. 2 സബ്സിഡിയറീസ് ഓഫ് ദ പാരൻറ്റ് കമ്പനി ട്രാൻസാക്ഷൻസ് വരാം, ഇൻ്റർ കമ്പനി ട്രാൻസാക്ഷൻസ് വരാം. പാരൻറ്റ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻസും ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസിൻ്റെ അണ്ടറിൽ വരാം. നെക്സ്റ്റ് ആണ് ട്രാൻസ്ഫർ പ്രൈസിങ്. ഇൻ സിമ്പിൾ, ട്രാൻസ്ഫർ പ്രൈസിങ് മീൻസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ട്രാൻസ്ഫർ പ്രൈസ്. ട്രാൻസ്ഫർ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സാണ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ പ്രൈസിങ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് എൻ എക്സ്ചേഞ്ച് പ്രൈസ് ഫോർ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ സെയിം ഓർഗനൈസേഷൻ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ABC ഈസ് എൻ ഓട്ടോമോട്ടീവ് കമ്പനി. ഇവർ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർസ് ആണ്. ഇവിടെ 2 ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് ബാറ്ററി ഡിവിഷനും ഒന്ന് ഓട്ടോമോട്ടീവ് ഡിവിഷനും. ബാറ്ററി ഡിവിഷൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബാറ്ററീസ് പ്രൊഡ്യൂസ് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ഔട്ട്സൈഡേഴ്സിന് സെൽ ചെയ്യുകയും ചെയ്യാം, അവർ തന്നെ ഇൻ്റർ ഡിവിഷനായ ഓട്ടോമോട്ടീവ് ഡിവിഷനിലേക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം. ഓട്ടോമോട്ടീവ് ഡിവിഷനും പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം, അവരുടെ ഡിവിഷനായ ബാറ്ററി ഡിവിഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ ബാറ്ററീസ് ഓട്ടോമോട്ടീവ് ഡിവിഷനിലേക്ക് സെയിൽ ചെയ്യുന്നു. അപ്പോൾ ബാറ്ററി ഡിവിഷൻ ഓട്ടോമോട്ടീവ് ഡിവിഷൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന പ്രൈസാണ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്. ഫസ്റ്റ് വൺ, ടു ഇവാലുവേറ്റ് പെർഫോമൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഡിവിഷന്. ഓരോരോ ഇൻഡിവിജ്വൽ ഡിവിഷൻ്റെയും പെർഫോമൻസും പ്രോഫിറ്റബിലിറ്റിയും ഇവാലുവേറ്റ് ചെയ്യാൻ ട്രാൻസ്ഫർ പ്രൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ പ്രൈസിങ്ങിൽ ഇൻ്റർ ഡിവിഷണൽ ട്രാൻസ്ഫേഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീറ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യുന്നു. കോമ്പറ്റീറ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ കൂടാതെ ഈ സെല്ലിംഗ് ഡിവിഷനെ സംബന്ധിച്ച് ട്രാൻസ്ഫർ പ്രൈസിലൂടെ അവർക്ക് റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുന്നു. ബൈയിങ് ഡിവിഷൻ അത് കോസ്റ്റുമാണ്. അപ്പോൾ കറക്റ്റ് പ്രോഫിറ്റബിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നു. സെക്കൻഡ്, ടു ഇംപ്രൂവ് ദ പ്രോഫിറ്റ് പൊസിഷന്. ഓരോരോ ഡിവിഷനും കോമ്പറ്റീറ്റീവ് ആവുന്നതിലൂടെ അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നു, അതുവഴി പ്രോഫിറ്റ് പൊസിഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. തേർഡ് വൺ, ടു എൻഷുർ കോൺഗ്രൻസ്. കോൺഗ്രൻസ് മീൻസ് ഡിവിഷണൽ ഒബ്ജക്റ്റീവ് മാച്ച് വിത്ത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓരോരോ ഡിവിഷൻ്റെയും മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവർക്ക് പ്രോഫിറ്റ് സെൻറ്ററായി എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ പ്രോഫിറ്റ് സെൻറ്ററായി എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ള ആ എയിം ഓവറോൾ ഒബ്ജക്റ്റീവിന് മാച്ച് ചെയ്യുന്നതായിരിക്കണം. ആ രീതിയിലാണ് ട്രാൻസ്ഫർ പ്രൈസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫോർത്ത്, ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ഡിവിഷണൽ ഓട്ടോണോമി. ട്രാൻസ്ഫർ പ്രൈസ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് ടു മെയിൻറ്റെയിൻ ഡിവിഷണൽ ഓട്ടോണോമി. ഫിഫ്ത്ത്, ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഒക്കെ പോസിബിൾ ആക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് റെലവൻറ്റ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ടോപ്പ് ലെവൽ മാനേജേഴ്സിന് റെലവൻറ്റ് ഇൻഫർമേഷൻസൊക്കെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ പ്രൈസിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് അവർ പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യുന്നതിലൂടെയും പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിലൂടെയൊക്കെ കറക്റ്റ് ഇൻഫർമേഷൻസ് അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുവഴി അവർക്ക് കറക്റ്റ് ഷട്ട് ഡൗൺ പോയിൻറ്റും ബ്രേക്ക് ഈവൻ അനാലിസിസും പിന്നെ മേക്ക് ഓർ ബൈ ഡിസിഷൻസൊക്കെ നടത്താൻ സാധിക്കുന്നുണ്ട്.
പിന്നെ നെക്സ്റ്റ് പോയിൻ്റാണ് ടു ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് മിനിമൈസിങ് ടാക്സ് ലയബിലിറ്റി. ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിൽ അതിനൊരു റോളുണ്ട്. ട്രാൻസ്ഫർ പ്രൈസ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിൽ ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ അതിന് എക്സ്പോർട്ട് ഒരു ഇമ്പോർട്ട് നടത്തുമ്പോഴും പിന്നെ ടാക്സ് പേയ്മെൻറ്റിൻ്റെ ടൈമിലൊക്കെ ഈ ട്രാൻസ്ഫർ പ്രൈസും കൂടി ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്. ട്രാൻസ്ഫർ പ്രൈസിങ്ങിനെ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡാണ് കോസ്റ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസിങ്, സെക്കൻഡ് മാർക്കറ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസിങ്, തേർഡ് നെഗോഷിയേറ്റഡ് ട്രാൻസ്ഫർ പ്രൈസിങ്. ഇതാണ് 3 മെത്തേഡ്സ്, ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ മെയിൻ 3 മെത്തേഡ്സ്. കോസ്റ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസിങ്ങിനെ നമുക്ക് 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ടോട്ടൽ കോസ്റ്റ് മെത്തേഡ്, ഫുൾ കോസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് വൺ ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മാർജിൻ മെത്തേഡ്. തേർഡ് വൺ മാർജിനൽ കോസ്റ്റ് മെത്തേഡ്. ആൻഡ് ഫോർത്ത് വൺ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്. First one, total cost method. Under this method, transfer price is equal to the total cost. Total cost means variable cost of the product plus an allocated portion of the fixed overhead. ഇവിടെ ടോട്ടൽ കോസ്റ്റ് മെത്തേഡിൽ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ടോട്ടൽ കോസ്റ്റാണ്. ആ പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റിനെയാണ് നമ്മളിവിടെ ഒരു ട്രാൻസ്ഫർ പ്രൈസ് ആയിട്ട് എടുക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വാരിയബിൾ കോസ്റ്റ് പ്ലസ് അലോക്കേറ്റഡ് പോർഷൻ ഓഫ് ദ ഫിക്സ്ഡ് ഓവർഹെഡ്. അതാണ് നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. The variable cost per unit of a division comprises of material 200 rupees, labor cost 150 and variable overhead 50 respectively. The unit produced by the divisions are 10,000 units. The fixed expenses are amounted to 4 lakh. Find out the transfer price. ഇപ്പോൾ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? മെറ്റീരിയൽ 200 രൂപ, ലേബർ 150, വാരിയബിൾ ഓവർഹെഡ് 50. അപ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് 400 റുപ്പീസാണ്. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് 4 ലാക്കാണ് തന്നിട്ടുണ്ട്. 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്. 4 ലാക്ക് ഡിവൈഡഡ് ബൈ 10,000 40 റുപ്പീസ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 440. ഈ ടോട്ടൽ കോസ്റ്റാണ് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 440 ഈസ് ദ ട്രാൻസ്ഫർ പ്രൈസ്. The second method is total cost plus profit margin method. ഇതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ടോട്ടൽ കോസ്റ്റിനോട് കൂടെ ഒരു 13% ഓഫ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ മെത്തേഡിൽ നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. Under this method, the transfer price is fixed by adding a profit margin to the total cost per unit. The profit margin is either as a percentage on capital employed or on cost of sales. ഈ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്നെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ മുകളിൽ ഒരു 13%, കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ മുകളിൽ ഒരു 13% ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സ് ലിമിറ്റഡ് ഫിക്സസ് ദ ഇന്റർ ഡിവിഷണൽ ട്രാൻസ്ഫർ പ്രൈസസ് ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് പ്ലസ് എ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ഡിവിഷൻ. ദ ബഡ്ജറ്റ് ഫോർ ഡിവിഷൻ എ ഫോർ 2019-20 ഈസ് ആസ് ഫോളോസ്. ഡിറ്റർമൈൻ ട്രാൻസ്ഫർ പ്രൈസ്. ഓക്കെ, ഫിക്സ്ഡ് അസറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫിക്സ്ഡ് അസറ്റ് 2,15,000, കറണ്ട് അസറ്റ് 1,50,000, ഡെറ്റേഴ്സ് 1 lakh, ആനുവൽ ഫിക്സ്ഡ് കോസ്റ്റ് 4 lakh, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 10, ബഡ്ജറ്റഡ് വോളിയം 2 lakh യൂണിറ്റ് പെർ ഇയർ, ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 28% ഓൺ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്രയും ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റിനോട് കൂടെ പ്ലസ് എ 13% ഓഫ് മാർക്കപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ നമ്മളിതിന് മുന്നേ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അപ്പം ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് കറണ്ട് അസറ്റ് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും 5 lakh. ആ 5 lakhൻ്റെ മുകളിൽ 28% ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. അതാണ് 1,14,000. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാരിയബിൾ കോസ്റ്റ് 10 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടോട്ടലിലേക്ക് എടുക്കുമ്പോൾ 2 lakh പ്രൊഡക്ട്സ് ഇൻറ്റു 10, അപ്പോൾ 20 lakhs rupees കിട്ടി. നെക്സ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് പെർ ആനം 4 lakh ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് 24 lakh. ആഡ് ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൻ്റെ കൂടെ ഡിസൈഡ് റിട്ടേൺ കൂടി ആഡ് ചെയ്യുമ്പോൾ 1,40,000.
But total amount to be charged is 25,40,000. 24 lakh total cost received return 1,40,000 കൂടെ ആഡ് ചെയ്തിട്ട് 25,40,000 ആണ് നമ്മൾ ടോട്ടൽ എമൗണ്ട് ചാർജ്ഡ്. ഇതിന് പെർ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് 2 lakh ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12.70. ഇതാണ് നമ്മുടെ ഇന്ത്യ ഡിവിഷണൽ ട്രാൻസ്ഫർ പ്രൈസ്. ഈ മെത്തേഡിൽ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടോട്ടൽ കോസ്റ്റിനോട് കൂടെ ഒരു 13% ഓഫ് മാർക്കപ്പും കൂടി ആഡ് ചെയ്തിട്ട് ട്രാൻസ്ഫർ പ്രൈസ് ഫിക്സ് ചെയ്തു. അതാണ് ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മാർജിൻ മെത്തേഡ്. ദ തേർഡ് വൺ ഈസ് മാർജിനൽ കോസ്റ്റ് മെത്തേഡ്. This method involves transferring goods or services at the marginal cost per unit by the selling division. Fixed costs are excluded from the total cost. This method is desirable when the selling division has an ideal or unused capacity. അണ്ടർ ദിസ് മെത്തേഡ്, ഈ മെത്തേഡിൽ നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ബേസിലാണ്. സെല്ലിംഗ് ഡിവിഷൻ്റെ മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ബേസിൽ ഫിക്സ്ഡ് കോസ്റ്റിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. മാർജിനൽ കോസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയുന്നതാണ്. ഇറ്റ് റെപ്രസെൻറ്റ് ദ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഇൻകേർഡ് വെൻ പ്രൊഡ്യൂസിങ് അഡീഷണൽ യൂണിറ്റ് ഓഫ് എ ഗുഡ് ഓർ സർവീസസ്. ഒരു അഡീഷണൽ യൂണിറ്റ് ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ്. ഈ മാർജിനൽ കോസ്റ്റ് മെത്തേഡ് കുറച്ചുകൂടി ഡിസൈറബിൾ ആവുന്നത് വെൻ ദർ ഇസ് എൻ ഐഡിയൽ ഓർ അൺയൂസ്ഡ് കപ്പാസിറ്റി. ഐഡിയൽ അൺയൂസ്ഡ് കപ്പാസിറ്റി ഉണ്ടാകുന്ന ടൈമിലാണ് കുറച്ചും കൂടി ഡിസൈറബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് ഇറ്റ് ഈസ് സെയിം ആസ് ജോയിൻറ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ് കോസ്റ്റ് മെത്തേഡിൽ. ജോയിൻറ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ് കോസ്റ്റ് മെത്തേഡിൽ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് കോസ്റ്റിന് സെയിം ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദിസ് മെത്തേഡ് ദ ട്രാൻസ്ഫർ പ്രൈസ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. The standard costs are determined by the management in advance on a scientific analysis. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡിൽ ട്രാൻസ്ഫർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ ബേസിലാണ്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അവർ ഒരു പ്രത്യേക ടീമിനെയൊക്കെ വെച്ചിട്ട് സയൻറ്റിഫിക് അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ഫിക്സ് ചെയ്യുന്നതാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ആ സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് ഫിക്സ് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്. The next, opportunity cost method. Goods and services are transferred by the selling division at opportunity cost. Opportunity cost is the maximum price that the buying division would be willing to pay and the minimum price the selling division would be willing to accept. Okay, this method is used when the market is imperfect. ഈ മെത്തേഡിൽ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ ബേസിലാണ് ഫിക്സ് ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ പ്രോഫിറ്റ് ദ ഡിവിഷൻ കുഡ് മേക്ക് ബൈ ദ സെല്ലിംഗ് ദ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ് ആസ് ഓപ്പോസിറ്റ് ടു ദ സെല്ലിംഗ് ദ പ്രൊഡക്റ്റ് ഇൻറ്റേർണലി. സെല്ലിങ് ഒരു പ്രൊഡക്റ്റ് ഇൻറ്റേർണലായിട്ട് സെയിൽ ചെയ്യുന്നതിന് പകരം അത് മാർക്കറ്റിൽ സെയിൽ ചെയ്യുമ്പോൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റാണ് ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് എ മാക്സിമം പ്രൈസ് ദാറ്റ് ദ ബൈയിങ് ഡിവിഷൻ വുഡ് ബി വില്ലിംഗ് ടു പേ. ബൈയിങ് ഡിവിഷനെ സംബന്ധിച്ച് ഒരു മാക്സിമം പ്രൈസാണ് അവർ വില്ലിംഗ് ടു പേ ചെയ്യുന്ന ഒരു മാക്സിമം പ്രൈസാണ് ഒരു ട്രാൻസ്ഫർ പ്രൈസ് അണ്ടർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ്. സെല്ലിംഗ് ഡിവിഷനെ സംബന്ധിച്ചിട്ട് മിനിമം അറ്റ് വില്ലിംഗ് ടു ആക്സെപ്റ്റ്, അവർ ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ മിനിമം പ്രൈസാണ്. ഓക്കെ, ഒരു ഇംപെർഫെക്റ്റ് മാർക്കറ്റ് സിറ്റുവേഷൻസിലാണ് ഈ അധികം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അധികം കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാത്തൊരു മെത്തേഡാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ്. The next method is market price method. This is the method of using the current market price by the selling division for internal transfer of its goods or services. ഇവിടെ ഈ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനെയാണ് സെല്ലിംഗ് ഡിവിഷന് അതിൻ്റെ ട്രാൻസ്ഫർ പ്രൈസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ദ പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് പ്രൊവൈഡ്ലി ഓൺ ദി ബേസിസ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻസ്. ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്താണോ അതിനെ നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു. In some situations ട്രാൻസ്ഫർ പ്രൈസ് ലോവർ ദാൻ ദി മാർക്കറ്റ് പ്രൈസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. ചില സിറ്റുവേഷൻസിൽ ട്രാൻസ്ഫർ പ്രൈസ് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവായിരിക്കും ചില റീസൺസ് കൊണ്ട്. അതിൽ റീസൺസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് പ്യുവർലി ഇൻറ്റേർണൽ സെയിൽ, ഹെൻസ് ദർ ആർ നോ എക്സ്പെൻസസ് സച്ച് ആസ് സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ബാഡ് ഡെറ്റ്സ്. ഇതൊരു ഇൻറ്റേർണൽ സെയിലാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അഡീഷണൽ എക്സ്പെൻസസ് ആയ സെല്ലിംഗ് എക്സ്പെൻസോ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസോ ബാഡ് ഡെറ്റ്സ് അങ്ങനത്തതൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, അപ്പോൾ അവർക്ക് പ്രൈസിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. സെക്കൻഡ് വൺ, വെൻ ദ സെല്ലിംഗ് ഡിവിഷൻ ഹാസ് ഐഡിയൽ കപ്പാസിറ്റി ആൻഡ് ഇൻറ്റേർണൽ സെയിൽ ജനറേറ്റ് എ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ. സെല്ലിംഗ് ഡിവിഷന് ഒരു ഐഡിയൽ കപ്പാസിറ്റി ഉണ്ട് ആൻഡ് പോസിറ്റീവ് കോൺട്രിബ്യൂഷന്
ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ആ സിറ്റുവേഷനിൽ. തേർഡ് വൺ, വെൻ നെസസറി ടു ഷിഫ്റ്റ് റിസോഴ്സസ് ഫ്രം ദ ലോ പ്രയോറിറ്റി ടു ഹൈ പ്രയോറിറ്റി. ഇവിടെ ലോ പ്രയോറിറ്റിയിൽ നിന്നും റിസോഴ്സസ് ഹൈ പ്രയോറിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ 3 സിറ്റുവേഷൻസിൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവായിരിക്കും ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. The next method is negotiated price method. Under this method, the buying department and selling department will negotiate between them and a mutually agreed price is arrived at. ഇവിടെ ഡിവിഷൻസ് തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയാണ് പ്രൈസ് ഡിറ്റർമിനേഷനിൽ. അപ്പോൾ ബൈയിങ് ഡിപ്പാർട്ട്മെൻറ്റും സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ ഒരു മ്യൂച്വലി അഗ്രീഡ് പ്രൈസിലേക്ക് എത്തിച്ചേരുകയാണ്. ആ മ്യൂച്വലി അഗ്രീഡ് പ്രൈസാണ് നെഗോഷിയേറ്റഡ് പ്രൈസ് മെത്തേഡിൽ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് മ്യൂച്വലി ആക്സെപ്റ്റബിൾ പ്രൈസ്, അഗ്രിയബിൾ പ്രൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. This method is practical when a significant conflict exists between divisions. It lies somewhere in between market price and cost price. ഈ നെഗോഷിയേറ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റ് പ്രൈസിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെയും ഇൻ ബിറ്റ്വീനാണ്, ഇടയിലാണ് ഈ നെഗോഷിയേറ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബൈയിങ് ഡിവിഷനും സെല്ലിംഗ് ഡിവിഷനും മ്യൂച്വലി അഗ്രി ചെയ്തിട്ട് ഒരു പ്രൈസിൽ എത്തിച്ചേരുന്ന പ്രൈസാണ് നെഗോഷിയേറ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ പ്രൈസാണ് നമ്മളിവിടെ ട്രാൻസ്ഫർ പ്രൈസായിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സെല്ലേഴ്സിൻ്റെയും പർച്ചേസേഴ്സിൻ്റെയും പേഴ്സ്പെക്റ്റീവിൽ നെഗോഷിയേറ്റഡ് പ്രൈസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സെല്ലേഴ്സ് പേഴ്സ്പെക്റ്റീവിൽ ട്രാൻസ്ഫർ പ്രൈസ് ഗ്രേറ്റർ ദാൻ വാരിയബിൾ കോസ്റ്റ് പ്ലസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ സെല്ലിംഗ് ഡിവിഷന് എപ്പോഴും അവരെ പ്രോഫിറ്റബിലിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കൽ. അപ്പം അവർ ട്രാൻസ്ഫർ പ്രൈസ് എങ്ങനെയാവണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഗ്രേറ്റർ ദാൻ വാരിയബിൾ കോസ്റ്റിനേക്കാളും ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനേക്കാളും ഹൈ ആയിരിക്കണം അവർ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് അവരെപ്പോഴും എയിം ചെയ്യും. പർച്ചേസേഴ്സ് പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ലോ കോസ്റ്റിന് പ്രൊഡക്റ്റ് കിട്ടണം എന്നായിരിക്കും അവരുടെ പേഴ്സ്പെക്റ്റീവ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ പ്രൈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ബൈയിങ് ഫ്രം ഔട്ട്സൈഡ് സപ്ലയേഴ്സ്. ഔട്ട്സൈഡ് സപ്ലയേഴ്സിൽ നിന്നും ആ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനേക്കാളും കുറഞ്ഞ ക്യാഷിന് ട്രാൻസ്ഫർ പ്രൈസ് ആയിരിക്കണം എന്നാണ് അവരിവിടെ എയിം ചെയ്യുന്നത്. ഇതാണ് 2 കൺസെപ്റ്റ്. നെക്സ്റ്റ് വരുന്നതാണ് ആംസ് ലെങ്ത് പ്രൈസ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടേക്ക് പ്ലേസ് അറ്റ് ആംസ് ലെങ്ത് പ്രൈസ്. ഈ മെത്തേഡിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അറ്റ് ആംസ് ലെങ്ത് പ്രൈസിലാണ്. ആംസ് ലെങ്ത് പ്രൈസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ length principle of transfer prices states that the amount charged by one related party to another for a given product must be same as if the parties were not related. അതായത് ഇപ്പോൾ 2 പാർട്ടീസ് റിലേറ്റഡ് പാർട്ടീസ് ആണെങ്കിൽ ആ പാർട്ടീസ് തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് തന്നെ ആയിരിക്കണം. ഇഫ് ദ പാർട്ടീസ് ആർ നോട്ട് റിലേറ്റഡ്, പാർട്ടീസ് റിലേറ്റഡ് അല്ലാത്ത ടൈമിലും പാർട്ടീസ് റിലേറ്റഡ് ആകുമ്പോൾ ചാർജ് ചെയ്യുന്ന ആ സെയിം പ്രൈസ് തന്നെ ആയിരിക്കണം ചാർജ് ചെയ്യുക. അതാണ് ആംസ് ലെങ്ത് പ്രൈസ്. ആ ആംസ് ലെങ്ത് പ്രൈസ് ആയിരിക്കും നമ്മളിവിടെ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. The next method is dual price method. The method of using 2 transfer price is dual pricing. 2 പ്രൈസസ് യൂസ് ചെയ്യുന്നതാണ് ഡ്യുവൽ പ്രൈസിങ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടോപ്പ് മാനേജ്മെൻറ്റ് പ്രൊവൈഡ്സ് എ ഡിഫറെൻറ്റ് പ്രിഫേർഡ് പ്രൈസ് ഫോർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ടോപ്പ് മാനേജ്മെൻറ്റ് ബയേഴ്സിനും സെല്ലേഴ്സിനും ഡിഫറെൻറ്റ് പ്രിഫറൻസ് കൊടുക്കുകയാണ് അവർക്ക് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്യുവൽ പ്രൈസിങ് ഇസ് എൻ അറ്റംപ്റ്റ് ടു എലിമിനേറ്റ് ദ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ട്രാൻസ്ഫർ പ്രൈസസ് ബൈ ഗിവിംഗ് ബോത്ത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഡിവിഷൻ ദാറ്റ് യു വർക്ക് ബെസ്റ്റ് ഫോർ ദം. അതായത് ബൈയിങ് ഡിവിഷനും സെല്ലിംഗ് ഡിവിഷനും തമ്മിൽ പ്രൈസ് ഡിറ്റർമിനേഷനിൽ ഒരു കോൺഫ്ലിക്ട്സ് വരികയാണ്. അപ്പം ആ കോൺഫ്ലിക്ട്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് അവർക്കൊരു പ്രത്യേക പ്രിഫറൻസ് കൊടുക്കുകയാണ്. ബൈയിങ് ഡിവിഷനും സെല്ലിംഗ് ഡിവിഷനും അവർക്ക് വർക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് അവർക്ക് ഫിക്സ് ചെയ്യാം എന്നുള്ള രീതിക്ക്. അപ്പം സെല്ലിംഗ് ഡിവിഷന് ഒന്നുകിൽ ഔട്ട്സൈഡേഴ്സിന് ക്രെഡിറ്റഡ് അറ്റ് ഔട്ട്സൈഡ് സെല്ലിംഗ് പ്രൈസ് ഓർ വിത്ത് എമൗണ്ട് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് മാർക്കപ്പ്, ഒന്നുകിൽ മാർക്കപ്പ് ആഡ് ചെയ്തിട്ടുള്ള പ്രൈസോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് സെല്ലിംഗ് പ്രൈസോ അവർ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ബൈയിങ് ഡിവിഷന് വാരിയബിൾ കോസ്റ്റാണ് അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ബൈയിങ് ഡിവിഷന് ഒരു കോസ്റ്റും ഒരു പ്രൈസും സെല്ലിംഗ് ഡിവിഷന് വേറൊരു പ്രൈസും ചാർജ് ചെയ്യുന്നതാണ് ഡ്യുവൽ പ്രൈസ് മെത്തേഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 ബേസിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. കോസ്റ്റിൻ്റെ ബേസിലും മാർക്കറ്റിൻ്റെ ബേസിൽ നെഗോഷിയേറ്റഡിൻ്റെ ബേസിൽ നമ്മൾ മെത്തേഡ്സിനെ ട്രാൻസ്ഫർ പ്രൈസിങ്ങിനെ അതിൽ കോസ്റ്റിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ളതാണ് ഫുൾ കോസ്റ്റ് മെത്തേഡും ടോട്ടൽ കോസ്റ്റ് പ്ലസ് മാർക്കപ്പ് മെത്തേഡും പിന്നെ മാർജിനൽ കോസ്റ്റ് മെത്തേഡും സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡും. പിന്നെ വരുന്നതാണ് മാർക്കറ്റ് ബേസ് കഴിഞ്ഞാൽ നെഗോഷിയേറ്റഡ് ബേസിൽ, കൂടാതെ ഓപ്പർച്യൂണിറ്റി വന്നു, ഹാംസ് ലെങ്ത് പ്രൈസ് വന്നു, ഡ്യുവൽ പ്രൈസിങ് വന്നു. ഇത്രയുമാണ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഓരോരോ മെത്തേഡ്സിനും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. സോ വെരി സിമ്പിളാണ്. അതെല്ലാവരും നോട്ട് ചെയ്യുക, റെഫർ ചെയ്തിട്ട് നോട്ട് ചെയ്ത് എഴുതുക.
പിന്നെ ഈ ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ മെത്തേഡ്സ് പറഞ്ഞു, ട്രാൻസ്ഫർ പ്രൈസ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ഇത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ കവർ ചെയ്തത്. ആൻഡ് താങ്ക് യു.